ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയെ പ്രതിനിധീകരിച്ചാണ് ഇന്ന് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഡോക്ടർ സുഭാഷൻ കുറുപ്പ്, ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ, ഡോക്ടർ അസീം ഹസലി, ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ, ഡോക്ടർ രാഖി രാകേഷ്, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ആറ്റിങ്ങൽ പ്രസിഡന്റ്, മൈസെൽഫ് ഡോക്ടർ സൗമ്യ, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ട്രിവാൻഡ്രം സെക്രട്ടറി. മാർച്ച് 6 ഡെന്റിസ്റ്റ് ഡേയോടനുബന്ധിച്ച് സംസ്ഥാന തലത്തിലും ബ്രാഞ്ച് തലത്തിലും നമുക്ക് ബൃഹത്തായ പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സാമൂഹിക വദനാരോഗ്യത്തെ പരിരക്ഷിക്കുന്ന ചില സുപ്രധാന സംസ്ഥാന തല പദ്ധതികൾ മാധ്യമങ്ങൾ വഴി സമൂഹത്തിലോട്ട് എത്തിക്കുക എന്നതാണ് ഈ മീറ്റിന്റെ ഉദ്ദേശം. രാജ്യത്തെ അർബുദങ്ങളിൽ 30 മുതൽ 40% വരെ വായിലെ അർബുദങ്ങളാണ് എന്ന് കണക്കുകൾ പറയുന്നു. ദീർഘദൂര ലോറി ഡ്രൈവർമാർ, അതിഥി തൊഴിലാളികൾ എന്നിവരിൽ വർദ്ധിച്ചു വരുന്ന വദനാർബുദം ആശങ്കാജനകമാണ്. ഈ സാഹചര്യത്തിൽ വദനാർബുദത്തിനെതിരെ സംസ്ഥാന വ്യാപക പോരാട്ടത്തിന് തുടക്കമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സംസ്ഥാന ഘടകം IDA ക്യാൻ വിൻ ദൗത്യം ആരംഭിക്കുന്നു. കേരളം മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു ഏകദേശം 7000 ഡെന്റൽ ക്ലിനിക്കുകളുണ്ട്. ഇവ പ്രാഥമിക കണ്ടെത്തൽ കേന്ദ്രങ്ങളായി മാറും. ഇതിനായി പ്രത്യേക പരിശീലനം ഡോക്ടർമാർക്ക് നൽകിയിട്ടുണ്ട്. പ്രാരംഭഘട്ടത്തിൽ ഇങ്ങനെ കണ്ടെത്തുന്ന വദനാർബുദങ്ങൾക്ക് സമയബന്ധിത ചികിത്സ മികച്ച രീതിയിൽ ഉറപ്പാക്കി മരണനിരക്കും ഗുരുതര പ്രത്യാഘാതങ്ങളും കുറയ്ക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. IDA ക്യാൻ വിൻ എന്ന പദ്ധതിയുടെ ഫസ്റ്റ് ഫേസ് മാർച്ച് 6 കാലിക്കറ്റ് ആസ്പിൻ കോർട്ട്യാർഡിൽ നടക്കുന്ന ചടങ്ങിൽ പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ VP ഗംഗാധരൻ ജനങ്ങൾക്കായി സമർപ്പിക്കുന്നതായിരിക്കും. നമുക്കറിയാം, ചെറിയ കറുത്തതോ വെളുത്തതോ ആയിട്ടുള്ള പാടുകൾ, അതുപോലെ ചെറിയ തടുപ്പുകൾ എന്നിവയെല്ലാം നമ്മളുടെ വായിൽ നമ്മൾ പലവർക്കും കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കാണാതെ പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇവയെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ പ്രശ്നമുള്ളതാണോ എന്ന് വിദഗ്ധോപദേശം തേടി തീർച്ചപ്പെടുത്തുക. വദനാർബുദത്തിനെതിരെയുള്ള ഒരു കൂട്ടായ പ്രതിരോധത്തിനുള്ള ഈ സംരംഭം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇത് സമൂഹത്തിലോട്ട് എത്തിക്കാൻ നിങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇതിനനുബന്ധമായി ഈ ഡെന്റൽ ക്ലിനിക്കുകളെ എങ്ങനെ സമൂഹത്തിലുള്ളവർക്ക് ലൊക്കേറ്റ് ചെയ്യാം എന്നതിന് ഉള്ള ഒരു പദ്ധതിയും കൂടെ ഇതിനോടൊപ്പം തന്നെ സംസ്ഥാന ഘടകം രൂപീകരിക്കുന്നുണ്ട്. അത് ഡോക്ടർ രാഖി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. IDA കേരള സ്റ്റേറ്റ് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്നുണ്ട് പൊതുജനങ്ങൾക്കായി. അത് www.idasparsh.com എന്നാണ്. ഈ വെബ്സൈറ്റിൽ നാളെ കാലിക്കറ്റിൽ വെച്ച് നടക്കുന്ന ഉദ്ഘാടനത്തിനോട് ശേഷം, ഡെന്റിസ്റ്റ് ഡേയുടെ ഉദ്ഘാടനത്തിന് ശേഷം പൊതുജനങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നതാണ്. ഈ വെബ്സൈറ്റിൽ ഈ 7000-ഓളം ഡെന്റൽ ക്ലിനിക്കുകളുടെ വിവരങ്ങൾ ലഭ്യമാണ്. അതുപോലെ തന്നെ ഈ ഡെന്റൽ ക്ലിനിക്കിലുള്ള എല്ലാ ദന്ത ഡോക്ടർമാരും ഈ അർബുദം ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാനുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളവരാണ്. ഈ പൊതുജനങ്ങൾക്ക്, ലോകത്തിലുള്ള ഏത് കോണിലുള്ള ജനങ്ങൾക്കും ഈ വെബ്സൈറ്റ് വഴി ഡോക്ടറുടെ പേരോ ഡെന്റൽ ക്ലിനിക്കിൻ്റെ പേരോ ലൊക്കേഷനോ അല്ലെങ്കിൽ അതാത് പ്ലേസോ സെർച്ച് ചെയ്ത് അവർക്ക് കാണേണ്ട ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അവർക്ക് നേരത്തെ തന്നെ അതിൻ്റെ കൺസൾട്ടേഷൻ ചെയ്യാവുന്നതുമാണ്. തുടർ ചികിത്സകളും ലഭ്യമായിരിക്കും. നമ്മളുടെ ഈ ഒരു പദ്ധതിയുടെ മെയിൻ ഉദ്ദേശം ഡിറ്റക്ട് ഏർലി സേവ് ലൈവ്സ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അർബുദം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനോടനുബന്ധിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നേരത്തെ എടുക്കുകയും ചെയ്ത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നാണ് പൂർണ്ണമായും നമ്മളുടെ ഉദ്ദേശം. അതിനോടനുബന്ധിച്ച് നാളെ ഡെന്റിസ്റ്റ് ഡേയിൽ നമ്മളുടെ തിരുവനന്തപുരം ജില്ലയിൽ 2 ബ്രാഞ്ചുകളാണ്, IDA ട്രിവാൻഡ്രം, IDA ആറ്റിങ്ങൽ. ഈ 2 ബ്രാഞ്ചിൻ്റെ കീഴിലും പലവിധ ബോധവൽക്കരണ പരിപാടികളും ക്ലാസ്സുകളും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് കൂടുതൽ അവബോധം നൽകാനായിട്ടാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഡെന്റിസ്റ്റ് ഡേയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിൽ മെയിൻ 2 പ്രൊജക്റ്റാണ് ഈ IDA ക്യാൻ വിനും IDA സ്പർശ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റും. ഇതിൽ നിങ്ങളുടെ സഹകരണവും സമൂഹത്തിലോട്ട് എത്തിക്കുന്നതിൽ പ്രതീക്ഷിച്ചോളൂ.